അന്തരംഗ സാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിധികൾ ഒട്ടേറെയുണ്ട്. ബാഹ്യ സാധനകളുടെ തലങ്ങളിൽ നിന്ന് വളരെ ലോലവും വളരെ ലളിതവും വളരെ സുതാര്യവുമാണ് ഈ നിയമം. ഒരാൾക്കെങ്കിലും ഓരോ ആഹാരത്തിലും പറ്റിയില്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യത്തെ ആഹാരത്തിലെങ്കിലും ഒരു പങ്ക് ദാനം ചെയ്യാൻ കഴിയണം. മനുഷ്യമാത്രാഭിമാനിയായ ഞാൻ ഒട്ടേറെ ജീവജാലങ്ങളിൽ നിന്നാണ് അറിവും ആഹാരവും ഒരുപോലെ സമ്പാദിക്കുന്നത്. അതിൻ്റെ ഒരു അംശം ജീവജാലങ്ങൾക്ക് കൊടുക്കണം. ഇതും വിധിയാണ്. അപ്പോൾ അച്ഛനെ ദൈവത്തെ പോലെ കരുതണം, അമ്മയെ ദൈവത്തെ പോലെ കരുതണം, അതിഥിയെ ദൈവത്തെ പോലെ പൂജിക്കണം, അന്നത്തെ ദാനം ചെയ്യണം. കയ്യിലുള്ളതെന്തും കുറച്ചു ഭാഗം സമഷ്ടിക്കായി ദാനം ചെയ്യണം. കയ്യിൽ വരുന്ന ധനധാന്യാദികളെ ഒരു ഭാഗം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം. പൂർത്ത കർമ്മങ്ങൾക്ക് വേണ്ടി ഗോശാലകൾ, തണ്ണീർപ്പന്തലുകൾ, ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. ഇതെല്ലാം വിധിയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇത്രയാവും മനസ്സൊന്ന് ചാഞ്ഞു വരും. അപ്പോൾ മനസ്സിനകത്തേക്ക് നോക്കാൻ എളുപ്പമുണ്ടാവും. മനസ്സിൻ്റെ പുറത്തേക്കുള്ള ചാഞ്ചാട്ടം കുറയും. ദാനം സത്യസങ്കല്പത്തോടുകൂടി വേണം. ശ്രദ്ധയാ ദേയം, അശ്രദ്ധയാ അദേയം. അശ്രദ്ധമായി ഒന്നും ദാനം ചെയ്യരുത്. ശ്രദ്ധ സത് സത്യം ധീയതേ ഇതി സദ. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യ അവധാരണ സാ സദ. സത് സത്യം ധീയതേ ഇതി സദ എന്ന് ശങ്കരൻ നല്ലപോലെ ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള വിശ്വാസം വിവേകചൂടാമണിയിൽ പറയുന്നുണ്ട്. എന്തു കൊടുക്കുമ്പോഴും എൻ്റെ എന്ന ബോധത്തെ നിവർത്തിപ്പിച്ചിട്ട് എന്നിട്ട് കൊടുത്താലും പോരാ, അവൻ്റെ എന്ന ഉടമസ്ഥത അതിൽ ചേർത്തു വച്ചിട്ട് മാത്രമേ ദാനം ചെയ്യാവൂ. സ്വസ്വത്വ നിവൃത്തി, പരസ്വത്വാപാദനം ദാനം. ഇല്ലതൊന്നും ദാനം ചെയ്യരുത്. എൻ്റെ സ്വത്വം നിവർത്തിക്കാത്ത ഒരു വസ്തുവും എടുത്തൊരാൾക്കും കൊടുക്കരുത്. അത് അശ്രദ്ധമായ ദാനമാണ്, പാപമാണ്. എൻ്റെ സ്വത്വത്തെ നിവർത്തിച്ചിട്ട് മാത്രം നിവർത്തിക്കിട്ടും എന്നുറപ്പായിട്ട് മാത്രമേ ദാനം ചെയ്യാവൂ. ഞാനതെല്ലാം ദാനം കൊടുത്തതാ, എന്നെ കണ്ടിട്ടെന്ന് അറിയില്ല, അത് ദാനമല്ല. ഞാൻ എന്തെല്ലാം ദാനമായി ചെയ്തു ആ അമ്പലത്തിന്, ഒരെണ്ണത്തിന് പോലും നന്ദിയില്ല, പാപമാത്. ഞങ്ങൾ ദാനം ചെയ്താണ് കുടുംബത്തോടെ മുടിഞ്ഞത്, ദാനമല്ല ചെയ്തത്. സ്വത്വം നിവർത്തിച്ചില്ല, ദാനം കൊണ്ട് മുടിയില്ല. എനിക്ക് പ്രിയമുള്ളൊരു വസ്തു എടുത്ത് അതിൻ്റെ സ്വത്വം നിവർത്തിക്കുമോ എന്ന് ആദ്യം നോക്കണം. നിവർത്തിക്കില്ലെങ്കിൽ കൊടുക്കരുത്. ഇല്ല, ഇതിൻ്റെ സ്വത്വം എനിക്ക് നിവർത്തിക്കാൻ പറ്റില്ല, ഞാനിത് കൊടുത്താൽ എനിക്ക് അതിന് ഇന്നതൊക്കെ ചെയ്തു തരണം, അത് കച്ചവടമാണ്, ദാനമല്ല. കൊടുത്തതിൻ്റെ പേരിൽ ചിരിക്കണം, കൊടുത്തു അതിൻ്റെ പേരിൽ ചെല്ലുമ്പോൾ ഇരിക്കാൻ പറയണം, കൊടുത്തു അതിൻ്റെ പേരിൽ ഇന്നത് ചെയ്യാൻ പറയണം, ദാനമല്ല. ദാനം ഇന്നില്ല, വളരെ ചുരുക്കമാണ്. ഈ ലോകത്ത് കാണായിടത്തെല്ലാം കൊടുത്തവൻ്റെ പേരെഴുതി വെക്കുന്നത് ഒന്നും ദാനത്തിൽ പെടില്ല. അതിലേറ്റവും രസം, ആ എഴുതി വെച്ച കൂട്ടത്തിൽ 1984 ഇത്രാം തീയതി കളപ്പുരയ്ക്കൽ കേശവൻ ഇന്നിടത്തേക്ക് ദാനം ചെയ്തത്. രോഷം കൂടുമ്പോൾ ഇത് കുത്തിപ്പൊളിക്കുമ്പോഴാണ് കേശവനെ പറിക്കുന്നത്. അതിന് കേശവൻ്റെ മക്കളും പരിചയക്കാരും കൂടി അടുത്ത സത്യാഗ്രഹവും സമരവും തുടങ്ങുകയും ചെയ്യും, കേശവനെ അതിൽ നിന്ന് പറിച്ചതിന്. പറയും, പക്ഷെ പറഞ്ഞാലും പറയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. അതുകൊണ്ട് ആദ്യം ഒരു വസ്തു ഒരാൾക്ക് ദാനം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് എടുത്തു വയ്ക്കണം. അതിന് സ്വത്വം നിവർത്തിക്കുന്ന തലങ്ങളുണ്ട്. മന്ത്രങ്ങളൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനാവില്ലെങ്കിലും തൽക്കാലം മനസ്സുകൊണ്ട് വിചാരിക്കാം, എൻ്റെ സ്വത്വം ഞാനിതിൽ നിന്ന്
പിൻവലിക്കുന്നു. ഇതിൽ ഞാൻ ദാനം ചെയ്യുവാൻ പോകുന്നയാളിൻ്റെ സ്വത്വത്തെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ അവകാശം ഇതിൽ നിന്ന് മോചിപ്പിച്ച് എൻ്റെ മകൻ്റെ അവകാശത്തെ ഇതിൽ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ മകളുടെ അവകാശത്തെ ഇതിൽ പ്രതിഷ്ഠിക്കുന്നു. ഞാൻ ഈ അതിഥിയുടെ അവകാശത്തെ ഇതിൽ പ്രതിഷ്ഠിക്കുന്നു. ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയുടെ അവകാശത്തെ ഇതിൽ സ്ഥാപിക്കുന്നു. സ്ഥാപിച്ചിട്ടിതാ ഞാൻ ഈ വസ്തുവിനെ ഇയാളെ ഏൽപ്പിക്കുന്നു. എല്ലാ ദാനവും ഇതുതന്നെയാണ്. ഇഷ്ടദാനത്തിൽ എനിക്ക് ഇഷ്ടമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് പൂർണ്ണമായി പറിക്കണം. ഇഷ്ടമാണ് ദാനം ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് ഇഷ്ടത്തിൽ നിന്ന് വേണം പറിക്കാൻ.